ബേലം ഗുഹകളുടെ മനോഹരവും എന്നാൽ അല്പം പേടിപ്പെടുത്തുന്നതുമായ അകതളങ്ങളിലേക്കുള്ള യാത്ര നാം സഹയാത്രികർക്കൊപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചക്കുറവും ഒപ്പം വായു സഞ്ചാരത്തിലുള്ള വ്യതിയാനവും ഒക്കെ നമ്മെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ മനോഹരമായ ബേലം ഗുഹകളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ ബേലം ഗുഹകളുടെ മനോഹരതയും അതിൻ്റെ ചരിത്ര പ്രാധാന്യവുമൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ബേലം ഗുഹകൾ ഒരു പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും മനുഷ്യരാശിക്കും ഒരുപോലെ പ്രസക്തമായ ഒന്നുകൂടിയാണ്. പ്രകൃതിശാസ്ത്രം, കാലാവസ്ഥാ വ്യതിയാനം, മാനവികതയുടെ ചരിത്രം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ബേലം ഗുഹകളുടെ ആഗോള പ്രസക്തിയും അത് നമ്മൾ ഉണ്ടാക്കുന്ന ചിന്തകളും ഒക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈ ബേലം ഗുഹകൾ കേവലം ആന്ധ്രാപ്രദേശിലെ ഒരു വിസ്മയം മാത്രമല്ല, മറിച്ച് അത് മാനവരാശിക്ക് നൽകുന്ന സംഭാവനകൾ ഒത്തിരി വലുതാണ്. ഇത് ഭൂമിശാസ്ത്രത്തിലെ അത്ഭുതകരമായ ഒരു ഗ്രന്ഥം കൂടിയാണ്. ഗുഹകളെയും അവയുടെ രൂപീകരണത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് സ്പെലിയോളജി എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ ഈ ശാസ്ത്രശാഖയ്ക്ക് മികച്ചൊരു പഠനവേദിയും പാഠപുസ്തകവുമാണ് ഈ ബേലം ഗുഹകൾ. വെള്ളത്തിൻ്റെ ഒഴുക്കുമൂലം ഭൂമിക്കടിയിലെ കല്ലുകൾ എങ്ങനെ രൂപമാറ്റം വരുത്തുന്നു എന്ന് പഠിക്കാൻ ലോകത്തെവിടെയുമുള്ള ജിയോളജിസ്റ്റുകൾ ഈ ഗുഹയെ ഒരു മികച്ച ഉദാഹരണവും പാഠപുസ്തകവുമാക്കുന്നുണ്ട്. ഇവിടുത്തെ ചുണ്ണാമ്പുകൽ രൂപങ്ങൾ ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഭൂമിയിലെ മുൻകാലങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രലോകം ഇന്ന് പ്രധാനമായും ആശ്രയിക്കുന്നത് ഗുഹകളിലെ കല്ലുകളുടെ ഫോർമേഷനുകളാണ്. ഈ ശിലകളുടെ ഓരോ പാളികളും ഓരോ കാലഘട്ടത്തിലെ മഴയുടെ അളവിനെയും അന്തരീക്ഷ താപനിലയെയും കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥം കൂടിയാണ്. ആഗോള താപമാനവും കാലാവസ്ഥാ വ്യതിയാനവും ചർച്ചയാകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഭൂമിയുടെ പഴയകാല കാലാവസ്ഥാ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന വിശ്വസ്തമായ ഒരു ലൈബ്രറിയാണ് ഈ ബേലം ഗുഹകൾ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പൂർണ്ണമായും ഇരുളടഞ്ഞ വായുസഞ്ചാരം കുറഞ്ഞ ഗുഹകളുടെ ആഴങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോസ്പെലിയോളജി. ബേലം ഗുഹകളുടെ ഉള്ളറകളിൽ വസിക്കുന്ന ചിലതരം പ്രാണികളും ബാക്ടീരിയകളും കഠിനമായ സാഹചര്യങ്ങളിൽ ജീവൻ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ജീവജാലങ്ങൾ പ്രകാശമില്ലാത്ത ലോകത്ത് എങ്ങനെ പരിണമിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ആഗോളതലത്തിൽ ശാസ്ത്രലോകത്തിന് വലിയ അറിവുകൾ ആണ് സംഭാവന നൽകുന്നത്. ബേലം ഗുഹകളുടെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏതൊരു മനുഷ്യനിലും ഉളവാകുന്ന ചില മനോഹരമായ ചിന്തകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് നാം ഭൂമിയുടെ വെറും അതിഥികൾ മാത്രമാണ് എന്നതാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ ഗുഹകൾക്ക് മുന്നിൽ മനുഷ്യൻ്റെ ആയുസ്സും അവൻ നിർമ്മിച്ച നഗരങ്ങളും എത്രയോ ചെറുതാണ് എന്ന് നമ്മെ ഓർമ്മ. പ്രകൃതിയുടെ അനന്തമായ സമയക്രമത്തിനു മുന്നിൽ മനുഷ്യൻ്റെ അഹംഭാവം വഴിമാറുകയും നമ്മൾ ഭൂമിയിൽ വെറും ഒരു നിമിഷാർത്ഥം മാത്രം ജീവിക്കുന്ന അതിഥികളാണെന്ന വിനയം ഉണ്ടാക്കാൻ ഉപകരിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു ആഗോള പൈതൃകം കാത്തുസൂക്ഷിക്കൽ കൂടിയാണ്. ബേലം ഗുഹകളുടെ അതിർത്തിക്കുള്ളിൽ നാം ഭൂമിദേവി മനുഷ്യരാശിക്ക് മുഴുവനായി നൽകിയ ഒരു അദ്ഭുത സമ്മാനത്തെയാണ് കാണുക. അതിനാൽ ഇതിൻ്റെ സംരക്ഷണം ഒരു ആഗോള ഉത്തരവാദിത്തമാണ്. പ്രകൃതിയെ ഉപദ്രവിക്കാതെയും ചൂഷണം ചെയ്യാതെയും നിലനിർത്തുക എന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ബേലം ഗുഹകൾ ഇന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി
ഭൂമിയുടെ ഭൂതകാലത്തെയും ഭാവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള സന്ദേശവാഹകനാണ്. അതിലെ ഓരോ മൺതരിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയെ മനസ്സിലാക്കേണ്ടതിൻ്റെയും ബഹുമാനിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് കൂടിയാണ്. ബേലം ഗുഹകളുടെ ആവേശകരവുമായ വശം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ രൂപീകരണമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി ഭൂമിക്കടിയിൽ നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ ഗുഹകൾ. ശാസ്ത്രലോകത്തിന്, പ്രത്യേകിച്ച് ഭൂഗർഭ ശാസ്ത്രജ്ഞർക്ക് ബേലം ഗുഹകൾ ഒരു വലിയ അത്ഭുത ഗ്രന്ഥം കൂടിയാണ്. ബേലം ഗുഹകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും അത് നൽകുന്ന ശാസ്ത്രീയ ഉൾക്കാഴ്ചകളെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയം കൂടിയാണ് ബേലം ഗുഹകളിലെ നമ്മുടെ ഈ സന്ദർശനം. കറുത്ത ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട ഈ ഗുഹകൾ ദക്ഷിണേന്ത്യയിലെ കാർസ്റ്റ് ടോപ്പോഗ്രഫിക്ക് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഭൂഗർഭജലത്തിൻ്റെ രാസപ്രവർത്തനം വഴി ചുണ്ണാമ്പ് കല്ലുകൾ ലയിച്ചുണ്ടാകുന്ന പ്രത്യേകതരം ഭൂപ്രകൃതിയാണ് കാർസ്റ്റ് ടോപ്പോഗ്രഫി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഈ പ്രദേശത്ത് ഒഴുകിയിരുന്ന കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ ആമ്ല സ്വഭാവമുള്ള വെള്ളം ഇവിടുത്തെ കാൽസ്യം കാർബണേറ്റ് പാറകളെ സാവധാനം അലിയിച്ചു കളഞ്ഞു. ഈ ലായനി ഒലിച്ചുപോയതോടെ ഭൂമിക്കടിയിൽ വലിയ ഇടുക്കുകളും വലിയ ഹാളുകളും രൂപപ്പെട്ടു. ഇതാണ് പിന്നീട് നാം ഇന്ന് കാണുന്ന ബേലം ഗുഹകളായി മാറിയത്. ബേലം ഗുഹകളുടെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ വൈവിധ്യമാർന്ന കാൽസ്യം ഘടനകളാണ്. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കൂർത്ത പാറകളാണിവ. ചുണ്ണാമ്പ് വെള്ളം മുകളിൽ നിന്നും താഴേക്ക് ഇറ്റിറ്റ് വീഴുമ്പോൾ അവശേഷിക്കുന്ന മിനറൽ പാളികളാണ് ഇവയായി മാറുക. ഒപ്പം തന്നെ ഗുഹയുടെ തറയിൽ നിന്നും മുകളിലേക്ക് വളരുന്ന കൂർത്ത ശിലകളുമുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന കാൽസ്യം തുള്ളികൾ തറയിൽ അടിഞ്ഞു കൂടിയാണ് ഇവ രൂപപ്പെടുക. ഇവ രണ്ടും വർഷങ്ങളെടുത്ത് വളർന്ന് പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അവ സ്തംഭങ്ങൾ അഥവാ പില്ലറായി മാറുന്നു. ഇവയുടെ 1 സെൻറ്റിമീറ്റർ വളർച്ചയ്ക്ക് തന്നെ 100 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കരുതപ്പെടുന്നതും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും. ഭൂമിശാസ്ത്രപരമായി വളരെ രസകരമായ ഒന്നാണ് ഗുഹയ്ക്കുള്ളിലെ വറ്റാത്ത നീരുറവയായ പാതാളഗംഗ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 150 അടി താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ നീരുറവ എവിടെ തുടങ്ങുന്നുവെന്നോ എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് എന്നോ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. കിലോമീറ്ററുകളോളം അകലെയുള്ള നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പിന് അനുസരിച്ചാണ് ഇതിലെ ജലനിരപ്പ് വ്യത്യാസപ്പെടുന്നത് എന്നതാണ് പഠനങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ബേലം ഗുഹകളിലെ പാറക്കെട്ടുകളുടെയും മൺപാതകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന മനോഹരമായ ഒത്തിരിയേറെ ചിന്തകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകൃതിയുടെ ക്ഷമയാണ്. മനുഷ്യൻ സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ച് ദിവസങ്ങൾക്കുള്ളിൽ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ പ്രകൃതി അതിൻ്റെ ചെറിയ ജലത്തുള്ളികൾ കൊണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് ഇവിടുത്തെ ഓരോ ശിലയും നിർമ്മിച്ചിരിക്കുന്നത്. ഈ അസാധാരണമായ ക്ഷമ പ്രകൃതിയുടെ വലിയൊരു പാഠം കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഇതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഭൂമിയുടെ ആന്തരിക രഹസ്യങ്ങളാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. പുറമേ വരണ്ടുണങ്ങിക്കിടക്കുന്ന ആന്ധ്രയിലെ കൂർണൂൽ പ്രദേശത്തിന് തൊട്ടു താഴെ ഇത്രയധികം ജലവും ജീവനും സമൃദ്ധമായിരുന്ന ഒരു ഭൂഗർഭ ലോകമുണ്ടായിരുന്നു എന്നത് തന്നെ വിസ്മയിപ്പിക്കുന്ന ഒന്നു കൂടിയാണ്. നമ്മൾ കാണുന്ന ബാഹ്യരൂപത്തിനപ്പുറം ഭൂമി അതിൻ്റെ ഉള്ളിൽ എത്രയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഇത് നമ്മെ മനസ്സിലാക്കി തരുന്നു. ശാസ്ത്രീയ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അതോടൊപ്പം പ്രകൃതിയുടെ അപൂർവ പ്രതിഭാസങ്ങളെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ബേലം ഗുഹകൾ എന്നും ഒരു വിസ്മയ കേന്ദ്രമായി തുടരുക തന്നെ ചെയ്യും. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ് ബേലം ഗുഹകൾ. മനുഷ്യനിർമ്മിതമായ യാതൊരു ഇടപെടലുകളുമില്ലാതെ കേവലം വായുവും വെള്ളവും പാറകളും തമ്മിലുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെയാണ്
ഈ അത്ഭുത ലോകം ഭൂമിക്കടിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ബേലം ഗുഹകളുടെ പ്രകൃതിദത്തമായ രൂപീകരണത്തെയും അതിനു പിന്നിലെ ശാസ്ത്രീയ പ്രതിഭാസങ്ങളെയും കുറിച്ച് നാം ഓർക്കുക എന്നത് തന്നെ നമ്മിൽ രോമാഞ്ചം ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. ഏകദേശം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം കടലിനടിയിലോ വലിയൊരു ജലാശയത്തിൻ്റെ അടിത്തട്ടിലോ ആയിരുന്നിരിക്കാം. വർഷങ്ങളോളം അടിഞ്ഞുകൂടിയ കരിങ്കല്ലുകളും കടൽ ജീവികളുടെ അവശിഷ്ടങ്ങളും കാൽസ്യവും ചേർന്ന് കട്ടിയുള്ള കറുത്ത ചുണ്ണാമ്പ് പാളികളായി ഇവിടം മാറുകയുണ്ടായി. പിൻകാലത്ത് ഭൂവൽക്കത്തിലുണ്ടായ മാറ്റങ്ങൾ കാരണം ഈ പ്രദേശത്തെ വെള്ളം പിൻവാങ്ങുകയും വരണ്ട നിലമായി മാറുകയും ചെയ്തിരിക്കാം എന്നാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ആമ്ലമഴയും അലിഞ്ഞുചേരലും. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡുമായി കലരുന്ന മഴവെള്ളം ഒരു നേർത്ത ആസിഡായി മാറിയാണ് മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ഈ ആമ്ലവെള്ളം ഭൂമിയുടെ വിള്ളലുകളിലൂടെ താഴേക്ക് ഇറങ്ങി അവിടുത്തെ കാൽസ്യം കാർബണേറ്റ് നിറഞ്ഞ ചുണ്ണാമ്പ് കല്ലുകളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ പ്രക്രിയയിലൂടെ കാഠിന്യമേറിയ പാറകൾ സാവധാനം അലിഞ്ഞു പോകാൻ തുടങ്ങും. വിള്ളലുകൾ വലുതായി വലിയ ഗുഹകളും ഇടുങ്ങിയ വഴികളും ഭൂമിക്കടിയിൽ അങ്ങനെയാണ് രൂപപ്പെടുക. വെള്ളം പാറകളെ അലിയിച്ച് കളയുക മാത്രമല്ല ചെയ്തത്, ശക്തമായി ഒഴുകിയ ഒരു ഭൂഗർഭ നദി ഈ വിള്ളലുകളിലൂടെ കടന്നു പോവുകയുമുണ്ടായി. അതിശക്തമായ ജലപ്രവാഹം ഗുഹകളുടെ ചുവരുകളെയും മേൽക്കൂരകളെയും സ്വാഭാവികമായി കൊത്തിയെടുത്ത് മിനുസമുള്ളതാക്കി മാറ്റിയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്ന് നാം കാണുന്ന നീളമേറിയ തുരങ്കങ്ങളും ഇരുണ്ട വലിയ ഹാളുകളും ഈ പ്രകൃതിദത്ത ജലപ്രവാഹത്തിന് ഫലമായി ഉണ്ടായതാണ്. മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ കാൽസ്യം അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന വിസ്മയങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഗുഹയിലെ ചില ഭാഗങ്ങളിൽ പ്രകൃതി തന്നെ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും രൂപങ്ങളോട് സാദൃശ്യമുള്ള പാറകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സിംഹത്തിൻ്റെ തലയോട് സാദൃശ്യമുള്ള സിംഹമുഖം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അതും ഈ ഗുഹയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബേലം ഗുഹകളുടെ സ്വാഭാവിക രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നമ്മെ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. മനുഷ്യൻ ദിവസങ്ങൾ കൊണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുമ്പോൾ പ്രകൃതി സെൻറ്റിമീറ്ററുകൾ മാത്രം നീളമുള്ള ഒരൊറ്റ പാറ കഷ്ണം രൂപപ്പെടുത്താൻ നൂറുകണക്കിന് വർഷങ്ങൾ എടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രകൃതിയുടെ കലയ്ക്ക് മുന്നിൽ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ എത്രയോ ചെറുതാണ് എന്ന് നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. എത്ര ശക്തമായ പാറകളെയും കാലക്രമേണ അലിയിച്ചു കളയാൻ മൃദുവായ ജലത്തുള്ളികൾക്ക് കഴിയുമെന്നത് പ്രകൃതി നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ് ഈ ഗുഹാ സന്ദർശനം നമുക്ക് ലഭിക്കുന്നത്. നിരന്തരമായ ശ്രമത്തിലൂടെ ഏതൊരു തടസ്സത്തെയും മറികടക്കാമെന്ന് ഈ പാറകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബേലം ഗുഹകൾ വെറും ഒരു തുരങ്കമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി വളരെ ശാന്തമായി പണികഴിപ്പിച്ച മനോഹരമായ ഒരു ഭൂഗർഭ കൊട്ടാരമാണ്. ഇങ്ങനെയുള്ള ഈ മനോഹരമായ ഭൂഗർഭ കൊട്ടാരത്തിൻ്റെ അത്ഭുതങ്ങളും പാഠങ്ങളും ഇതിഹാസവും ഒക്കെ കണ്ടും മനസ്സിലാക്കിയും പഠിച്ചും നാം ഇതിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കി ഇപ്പം ബേലം ഗുഹയുടെ പുറത്തേക്ക് നടന്ന് നീങ്ങുകയാണ്.